വെൽക്കം. ഹലോ. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഞാനേ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ പള്ളിച്ചട്ടമ്പിയുടെ ഇതായിട്ട് നിങ്ങളിങ്ങനെ പ്രൊമോഷൻസും പോഡ്കാസ്റ്റും പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ പോഡ്കാസ്റ്റുകളും ഇന്റർവ്യൂസും കൊടുത്തു മടുക്കൂലേ? ഉറപ്പായിട്ടും. അതായത് പറഞ്ഞ് തന്നെ പറഞ്ഞ് പിന്നെ നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇവിടെ പറഞ്ഞായിരുന്നു നമുക്ക് തോന്നുന്നു ഇടയ്ക്ക്. അതിന് തൊട്ട് മുമ്പത്തെ ഇന്റർവ്യൂലൊക്കെ ഒരു ദിവസം തന്നെ ഒരു 4-5 ഇന്റർവ്യൂ ഒക്കെ ഞാൻ മുമ്പ് ഒരു ദിവസം തന്നെ 10-15 ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അത്രയും ചെയ്യണില്ല. വയ്യ. നമ്മൾ അത്രയും പറയേണ്ട കാര്യമില്ല. കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സിനിമയെ പറ്റിയിട്ട് കുറേ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സിനിമ ഇറങ്ങുന്ന ദിവസവും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്നും ആൾക്കാരെ അറിയിച്ചാൽ മതി. ബാക്കി നമ്മൾ ടീസറും ട്രെയിലറൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ അവർ ആ പടം കാണാൻ വരിക. ശരിക്കും ഈ ഇന്റർവ്യൂ കൊടുപ്പ്, പിന്നെ ഇതുപോലെയുള്ള ഓൺലൈൻ പ്രൊമോഷൻസ്, പിന്നെ കോളേജിൽ പോകുന്ന പരിപാടി, പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയതായിട്ട് കാണുന്നതാണ് ഈ തിയേറ്ററിൽ ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം അതിന് സിനിമയുടെ അവസാനം കയറി പോകുന്നൊരു പരിപാടി. ഇതൊക്കെ പുതിയതായിട്ട് വന്ന ട്രെൻഡല്ലേ? അതെ അതെ. ഒരു കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നൊരു ട്രെൻഡല്ലേ? അത് 1-2 വർഷമല്ല, കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണത് ഒരു 2000 ഈ ഓൺലൈൻ ഇന്റർവ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 2016-17 ശേഷമാണെന്ന് തോന്നുന്നു. നമ്മൾ അതിന് മുമ്പത്തെ വെച്ചാൽ നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓൺലൈൻ ചാനലുകളൊക്കെ വന്നു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2016 ശേഷമാണെന്നാണ് തോന്നുന്നു ഇത്രയും പോപ്പുലറായിട്ട് വരുന്നത്. ഇപ്പോൾ കുറേ എണ്ണമുണ്ട്. പിന്നെ തിയേറ്റർ വിസിറ്റൊക്കെ ഞാൻ തിയേറ്റർ വിസിറ്റൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് 2017 തൊട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോളേജുകളിൽ പോകുന്നത് അതും ഈ പറഞ്ഞ പോലെ ഞാൻ സിനിമയിൽ വന്ന സമയത്ത് തൊട്ട് നമ്മൾ കോളേജ് ഫങ്ഷൻസൊക്കെ അത് സിനിമയുടെ പ്രൊമോഷനായിട്ടല്ല, അല്ലാതെ കോളേജ് ഫങ്ഷനൊക്കെ പോകാറൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ പ്രൊഡ്യൂസർ, എല്ലാ സിനിമയുടെയും ആ പ്രൊഡ്യൂസർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മുടെ ജോലിയുടെ ഭാഗമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇതല്ല, അഭിനയമാണ്. പക്ഷെ ജോലിയുടെ ഭാഗം ഇതാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാലും അത് ആളുകൾ കണ്ടില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ഐഡിയാസിൽ നമുക്കും കൂടെ ഓക്കെ ആയിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്യും. ഭയങ്കര മണ്ടത്തരവും നമുക്ക് ഒട്ടും പറ്റാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാതെ നടക്കൂല കേട്ടോ എന്ന് പറയും. ഓക്കെ. അല്ല, അത് ഈയിടെയായിട്ട് നമുക്ക് സ്ഥിരം കാണുന്നൊരു സംഭവമാണല്ലോ. സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ, ചിലതൊക്കെ വിവാദമാകുമ്പോൾ കുറച്ചും കൂടെ റീച്ച് കിട്ടും. പക്ഷെ അങ്ങനത്തെ റീച്ചിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം. അതൊരു സംഭവമാണ്. ഇപ്പം ഈ പൊളിറ്റിക്സ് വന്നല്ലോ, ഇപ്പം ഇപ്പോഴത്തെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് പോലും ഇതേ സ്ട്രാറ്റജി പൊളിറ്റീഷ്യന്മാരും ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിണറായി വിജയനാണെങ്കിലും VD സതീശനാണെങ്കിലും ഈ മുതിർന്ന നേതാക്കളെല്ലാം ഈ TV ചാനലുകൾക്ക് നിരയായിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ പൊളിറ്റീഷ്യൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ തിരക്കുകളിലായിരുന്നു. പോഡ്കാസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ പോയിട്ട്, കാരണം അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ, സമയമില്ലല്ലോ, പല മണ്ഡലങ്ങളിൽ പോയിട്ട് സഞ്ചരിക്കുന്ന പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ആയിരുന്നു. ശരിക്കും ഇതൊരു വലിയൊരു സാധ്യതയാണെന്ന് മുന്നിൽ കണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കും തുടങ്ങണം ഒരു പോഡ്കാസ്റ്റ്. നല്ലൊരു കാര്യമല്ലേ? നിങ്ങളെ ഇഷ്ടം പോലെ സംസാരിക്കാൻ പറ്റുന്ന താല്പര്യമുള്ള ആൾക്കാർ വെറുതെ നേരം പോക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് ചെയ്യാമല്ലോ.